അങ്ങനെ അപ്സരേച്ച് ബിഗ് ബോസ് സീസൺ 6 നിന്നും എവിക്റ്റ് ആയിട്ട് പുറത്ത് വന്നിരിക്കുകയായിരുന്നു. അങ്ങനെ പുറത്ത് വന്നതിന് ശേഷം കൊടുത്തിട്ടുള്ള ഫസ്റ്റ് ഇൻ്റർവ്യൂ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ ഒരു ഇൻ്റർവ്യൂ ഫസ്റ്റ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഇത്രത്തോളം അസൂയയും കുശുമ്പും കടിച്ച് പിടിച്ചിരുന്നുകൊണ്ട് ഒരാളൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുകയാണ്. കാര്യം അതുപോലെയായിരുന്നു ചേച്ചി അതിനകത്ത് പറഞ്ഞിട്ടുള്ള ഓരോ കാര്യങ്ങൾ. ആൻഡ് ഇതിനകത്ത് ഉടനീളം ചേച്ചി പറയുന്നുണ്ട്, ഞാൻ പുറത്തുള്ള കാര്യങ്ങൾ എനിക്ക് ഇവരും പറഞ്ഞുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് പുള്ളിക്കാരി പറയുന്നുണ്ട്. അപ്പം അത്തരം ചോദ്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാമായിരുന്നു. അപ്പോൾ അത് പറഞ്ഞ് വലിയ കുഴപ്പത്തിലേക്കൊന്നും കൊണ്ടുപോകേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നുള്ളത് എൻ്റെ ഒരു സജഷൻ മാത്രമാണ്. ആൻഡ് നമ്മളിപ്പോൾ ഇത് റിയാക്ട് ചെയ്യാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ഇതിനകത്ത് നമ്മൾ കുറച്ച് നാൾക്ക് മുന്നേ റിയാക്ട് ചെയ്ത സംഭവമായിരുന്നു നമ്മുടെ ആൽബി ചേട്ടൻ അഖിൽമാരാറിൻ്റെ അഖിലേട്ടൻ്റെ ആണെങ്കിൽ കുട്ടികളെയൊക്കെ ആണെങ്കിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു ഇൻ്റർവ്യൂവിൽ കൊടുക്കുകയും ശേഷം അഖിലേട്ടൻ തിരിച്ച് തെറി വിളിക്കുന്ന കുറച്ച് പരിപാടി ഉണ്ടായിരുന്നല്ലോ. അതിനെ പറ്റിയിട്ടും അപ്സരേച്ച് സംസാരിക്കുന്നുണ്ട്. ഒപ്പം ജിൻഡോ ചേട്ടൻ ഈ ഹൗസിനകത്ത് കിടക്കുന്ന ജിൻഡോ ചേട്ടൻ്റെ പുറത്തുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ വയ്യാതെ പുള്ളിക്കാരി കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നമുക്ക് ആ ഒരു ഇൻ്റർവ്യൂവിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്കൊന്ന് കാണാം. ആക്ച്വലി എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ഞാൻ പുറത്തിറങ്ങിയ ശേഷം ചിലപ്പോൾ എൻ്റെ തെറ്റായ ധാരണയായിരിക്കും, എനിക്കറിയില്ല. അത് പുറത്തുള്ള നിങ്ങളാണ് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ടത്. ഞാൻ പുറത്ത് അകത്ത് നിൽക്കുമ്പോഴും അവിടെ എൻ്റെ ഒപ്പം മത്സരിച്ച അവിടെ എല്ലാവരും ഇപ്പം എൻ്റെ കാഴ്ചപ്പാടിലാണ് ഞാൻ ഏറ്റവും ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നത്. അവിടെയുള്ള 25 കണ്ടസ്റ്റന്റും അവരാണ് അവർക്ക് എല്ലാവർക്കും ഏറ്റവും ബെറ്റർ. എല്ലാവരും ഈ പറഞ്ഞ ലാസ്റ്റ് ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്താൻ വേണ്ടി വന്ന ആൾക്കാരാണ്. എൻ്റെ ഒപ്പം എനിക്കെതിരെ മത്സരിക്കുന്ന ആൾക്കാർ പോലും ഞാൻ ആ സമയത്ത് എവിക്റ്റ് ആയെന്ന് പറയുമ്പോൾ ഞെട്ടിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല എല്ലാവരും അയ്യോ അപ്സര ഇപ്പോൾ പോവേണ്ട ആളല്ലല്ലോ എന്ന്. ഇവൻ ഞാൻ പുറത്തിറങ്ങിയപ്പോഴും അവിടുത്തെ ക്രൂ മെമ്പേഴ്സ് ആണെങ്കിലും ഞങ്ങൾക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അപ്സര കുറച്ചുകൂടി നിൽക്കുന്നത്. ഞാൻ പുറത്തിറങ്ങി നാട്ടിൽ വന്നപ്പോഴും എന്നെ കാണുന്ന ആൾക്കാരാണെങ്കിലും ഇപ്പം സോഷ്യൽ മീഡിയ അധികം ഓപ്പൺ ചെയ്തില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ അധികം സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം അത്ര ആക്റ്റീവ് അല്ല. പക്ഷേ പുറത്ത് നമ്മൾ നേരിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിലും നേരിട്ട് എനിക്ക് എന്നെ വിളിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണെങ്കിലും കുറച്ച് ഞാനിപ്പോൾ സോഷ്യൽ മീഡിയയിൽ കണ്ടത് വെച്ചിട്ട് പറയുവാണെങ്കിലും എല്ലാവരും എന്നോട് പറയുന്നത് അപ്സര ഒന്നുകിൽ വിന്നർ ആവുന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം, അല്ലെങ്കിൽ ഫൈനൽ 5-ലെങ്കിലും ഞങ്ങൾ എക്സ്പെക്ട് ചെയ്ത ഒരാളായിരുന്നു. എല്ലാവർക്കും വിന്നർ ആകണമെന്ന് ആഗ്രഹം പറഞ്ഞു. ആഗ്രഹം പ്രകടിപ്പിച്ചിട്ട് മാത്രം കാര്യമില്ല, വോട്ടും കൂടെ ചെയ്താൽ മാത്രമേ വിന്നർ ആകാൻ പറ്റുള്ളൂ. ആൻഡ് ഇതിനകത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും പറ്റുന്ന ഒരു തെറ്റ് എന്താ, അല്ലെങ്കിൽ നിങ്ങൾ മിസ്റ്റേക്കൺലി എടുക്കുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഹൗസിനകത്ത് നിങ്ങൾ തീരുമാനിക്കുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇത്ര പേർക്ക് സപ്പോർട്ട് കിട്ടുമായിരിക്കും പുറത്തുനിന്നുള്ളത്. അത് സ്വാഭാവികം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി തിരിഞ്ഞ് വരാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എല്ലാവർക്കും പൊതുവെ പുറത്ത് നിന്ന് കളി കാണുന്ന ആളുകൾക്ക് ഒരു സംശയം ഉണ്ടാകുന്ന, അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വോട്ടിങ്ങിൽ പോളിംഗ് ഒക്കെ നോക്കുമ്പോഴത്തേക്കിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കിട്ടുന്ന, അല്ലെങ്കിൽ അത്രത്തോളം PR വർക്ക് കാര്യങ്ങളൊക്കെ വരുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ചില ആളുകൾ വിശ്വസിക്കും. പക്ഷേ നിങ്ങൾ വിട്ടുപോകുന്നൊരു കാര്യം, ഈ വോട്ടിങ്ങിൻ്റെ ഈ ഒരു എവിക്ഷൻ പ്രോസസ്സിലോട്ട് വരുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുന്നൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സോഷ്യൽ മീഡിയയിലൂടെ കാണുന്നത് മാത്രമല്ല പ്രേക്ഷകർ, ഈ വൈകുന്നേരം 6 മണി തൊട്ട് രാത്രി 9-9:30 വരെ സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്ന കുടുംബ പ്രേക്ഷകരുണ്ട് ഓരോ വീടുകളിൽ. അവർ TV-യിലൂടെ മാത്രമായിരിക്കും ഈ ഒരു ഷോ കാണുക. അപ്പം അത്തരം ആളുകളുടെ ഒരു മെജോറിറ്റി നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ അവരുടെ കൂടെ വോട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് ഏതെങ്കിലുമൊക്കെ ഒരു സ്ഥലത്തേക്ക് എത്താൻ പറ്റുകയുള്ളൂ. ആൻഡ് ആ ഒരു സാധനം നിങ്ങളിൽ പല ആളുകളും വിട്ടു പോകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിലേക്ക് മാത്രം നിങ്ങളിൽ പലരും ഒതുങ്ങി പോകുന്നു. ആൻഡ് അത് മാത്രമല്ല, ഇപ്പോൾ ചേച്ചി പറഞ്ഞിട്ടുള്ള കാര്യം, ഞാൻ പുറത്തോട്ടൊക്കെ പോകുമ്പോഴത്തേക്കിന് കാണുന്നവരെല്ലാവരും പറയുന്നുണ്ട് അപ്സര വിജയിക്കണം എന്നൊക്കെ പറഞ്ഞുണ്ട്. എൻ്റെ പൊന്നി ചേച്ചി, നിങ്ങളൊരു 100 പേര്, ഒരു 50-100 പേരെ ആയിരിക്കും നിങ്ങൾ ഇറങ്ങി വന്നതിന് ശേഷം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. അത്രയും പേരേക്കും ചേച്ചി എടുത്ത് സംസാരിച്ചിട്ടുണ്ടാവുക. പക്ഷേ ഇപ്പോഴത്തെ 200-300 പേര് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിന് സപ്പോർട്ടായിട്ടും ചേച്ചിക്ക് വോട്ട് ചെയ്യാതിരിക്കുന്ന ആളുകളൊക്കെ തൊട്ടിപ്പുറത്തുണ്ട്. അപ്പോൾ അതുകൊണ്ട് മുന്നിൽ കണ്ട കുറച്ച് നല്ല ആളുകളെയൊക്കെ, പിന്നെ നമ്മളാണെങ്കിൽ ഇതുപോലെ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നമ്മളെന്താ നേരിട്ട് പോയി വിന്നർ ആവണം ഞങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലാതെ നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തേക്ക് നിന്നെ എനിക്ക് ഇഷ്ടമല്ല, നീ വിന്നർ ആവണ്ട എന്നൊക്കെ ആരെങ്കിലും പറയുകൂടി. ഈവൻ ആൽബിച്ചേട്ടനാണെങ്കിൽ പോലും എൻ്റെ ഫാമിലിയിൽ ആൾക്കാർ പറയുന്നത്, അല്ലെങ്കിൽ ആൽബിച്ചേട്ടൻ പറഞ്ഞു ഞാൻ പുള്ളി ഇത് പറഞ്ഞു, അപ്പോൾ ഞാൻ ഓപ്പോസിറ്റ് ഇത് പറഞ്ഞു. ഈ രണ്ട് വ്യക്തികൾ മറ്റു വ്യക്തികൾ പറഞ്ഞത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. ആൽബിച്ചേട്ടൻ പറഞ്ഞ വീഡിയോ ഞാൻ കണ്ടിട്ടില്ല, ആൽബിച്ചേട്ടൻ പറഞ്ഞത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പൊതുവായിട്ട് ഈ മറ്റുള്ളവർ പറഞ്ഞ അറിവിൽ എനിക്ക് തോന്നുന്നത്, എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അഖിലേട്ടൻ പറഞ്ഞത് എനിക്ക് പ്രതികരിക്കാൻ എന്താ വെച്ചാൽ, എനിക്കോ അങ്ങനത്തെ ഒരു അനുഭവം ഇതുവരെ നിലവിലുണ്ടായിട്ടില്ല. എൻ്റെ ഒപ്പം നിന്ന ആൾക്കാർ, പോലെ ഞാനും അടുത്ത് നിൽക്കുന്ന ആൾക്കാർ അത്ര അനുഭവം ഉണ്ടായതായിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അതിന് അറിവുകളായിരിക്കും, എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല, അവരെന്നോട് അത് പറഞ്ഞിട്ടില്ല. അഖിൽ ചേട്ടൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അദ്ദേഹത്തിന് അത്ര അനുഭവം ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അതിൽ ഞാൻ എങ്ങനെയാണ് അഭിപ്രായം പറയാം? എന്തത് ആൽബി ചേട്ടൻ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇതെന്ത് കോക്കനട്ട് ആർ യു ടോക്കിംഗ്? കാരണം ആൽബി ചേട്ടന് എന്തനുഭവം ഉണ്ടാവാൻ ഇതിനകത്ത്? അഖിലേട്ടൻ പറഞ്ഞ എന്താണ്, ബിഗ് ബോസ് ഹൗസിനകത്ത് കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള പരിപാടികൾ നടക്കുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ആൽബി ചേട്ടൻ വെളിയിൽ നിന്ന് പറയുന്നു അങ്ങനെയൊന്നുമല്ല, അങ്ങനെയാണെങ്കിൽ അഖിൽമാരാർ എങ്ങനെ വിന്നറായി, അപ്പോൾ നിങ്ങൾ കുടുംബത്തിലുള്ളവരെയൊക്കെ കൂട്ടി കൊടുത്തിട്ടാണ് എന്നുള്ള രീതിയിലാണ് ആൽബി ചേട്ടൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അപ്സരേച്ച് ഇവിടെ പറയുന്നു ആൽബി ചേട്ടൻ അങ്ങനെ അനുഭവം ഉണ്ടായിരിക്കും, അതായിരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞത്. എന്താണ് ഉദ്ദേശം എന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. ഇനിയിപ്പോൾ ഞാൻ കേട്ടതിൻ്റെ കുഴപ്പമാണോ എന്ന് അറിയത്തില്ല. ഇത് രണ്ടും ഓക്കെയാണ്. നിങ്ങൾക്ക് എന്താ മനസ്സിലായെന്നുള്ളത് കമന്റ് ബോക്സിലൂടെ എനിക്ക് പറഞ്ഞത്. എനിക്ക് സത്യം പറഞ്ഞത് മനസ്സിലായില്ല. ഇങ്ങനെ ഒരു മത്സരത്തിൽ പോവുകയോ അങ്ങനെയുള്ള അനുഭവങ്ങളിൽ മറുപടി പറയേണ്ട ഒരാളായിരുന്നു ഞാനിപ്പോൾ ആൽബി ചേട്ടനോട് വന്നപ്പോഴും ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചത്, ആക്ച്വലി അദ്ദേഹം എന്റെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. നിലവിൽ ഇതുവരെ ഒരു സ്ത്രീകളുടെ പേരെടുത്ത് പറഞ്ഞിട്ടില്ല. ഒന്നുകിൽ അഖിൽ ചേട്ടൻ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ആരാണെന്ന് വ്യക്തമായിട്ട് പറയണമായിരുന്നു, ഇന്ന വ്യക്തിയാണെന്ന് പറയണമായിരുന്നു. അദ്ദേഹത്തിന് അത് പറയാത്തിടത്തോളം കാലം അദ്ദേഹം ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിൽ ഒരു വാല്യൂ ഇല്ല.
ഒന്നിൽ അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് വ്യക്തി ആരാണെന്ന് പറയണം, അത് പ്രൂവ് ചെയ്യാനും പറ്റണം. അല്ലാതെ ഒരു വാല്യൂ ഇല്ലെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത്. അങ്ങനെ വാല്യൂ ഇല്ലാത്തൊരു സ്റ്റേറ്റ്മെന്റ് ഓപ്പോസിറ്റ് ആയിട്ട് എന്റെ ഭർത്താവ് അല്ലെ എന്റെ സ്ഥാനത്തുള്ള ഒരു വ്യക്തി, എന്റെ സൈഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി അതിന് തിരിച്ച് ഓപ്പോസിറ്റ് പറയേണ്ട കാര്യമേ ഇല്ലെന്ന് ഞാൻ പറയുന്നത്. അതെ, അങ്ങനെ പറഞ്ഞിട്ട് യാതൊരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇത് തന്നെയായിരുന്നു ഞങ്ങൾ എല്ലാവരും ചോദിച്ചത് ഇയാളുടെ അടുത്ത്, എന്ത് മാങ്ങാത്തൊലിയാണ് നിങ്ങൾ വന്ന് സംസാരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇയാളെ പറ്റിയിട്ടോ ഇയാളുടെ കുടുംബത്തെ പറ്റിയിട്ടോ ഒന്നും അഖിലേട്ടനാണെങ്കിൽ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. പിന്നെ പുള്ളി വന്നിട്ട് നേരെ പറയുന്നത് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അഖിലേട്ടനെ നേരെയാണെങ്കിൽ തെറി വിളിക്കുന്ന കാര്യങ്ങൾ, എന്താ പറയുക, ഇവിടെ കുടുംബത്തിലുള്ള ആൾക്കാരെ കൂട്ടിക്കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങളൊക്കെ. എടേ, എന്തോ കോമഡിയൊക്കെ. വെറുതെ വഴിയെ പോയ വയ്യാവേലി എടുത്ത് ബാബാ എൻ്റെ നെഞ്ചത്തോട്ട് വന്ന് എൻ്റെ തോളത്തോട്ട് വന്ന് കയറുന്നും പറഞ്ഞുകൊണ്ട് വിളിച്ച് കയറ്റി വരുത്തിയിട്ട് വല്ല കാര്യം ഉണ്ടായിരുന്നു എൻ്റെ പൊന്നെ ആൽബിച്ചേട്ടാ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് താത്വികപരമായിട്ടൊക്കെ വേണമെങ്കിൽ എനിക്കിത് പറയാം. ഞാനൊരു സാധാരണ വ്യക്തിയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരു ഒറ്റ ഓഡിഷൻ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ പോയിട്ടാണ് അറ്റൻഡ് ചെയ്യുന്നത്. അവിടെ എനിക്ക് ഒരു ദുരനുഭവം ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ എന്തിന്റെ ബേസിൽ നിങ്ങൾക്ക് മറുപടി തരാം? ഇത് തന്നെയാണ് ഞങ്ങൾ ആൽബിച്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ളത്. കാര്യം പുള്ളി അന്ന് ഇവിടെ വന്ന് പറഞ്ഞിട്ടുള്ളത് എന്തായിരുന്നു, പുള്ളിയുടെ ഫാമിലിയുള്ള കുറേ ആൾക്കാരൊക്കെ കുറേ കമൻ്റൊക്കെ ഒരു സ്ക്രീൻഷോട്ട് അയച്ചു കൊടുക്കുന്നു. അപ്പം ഞാൻ അന്ന് റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടപ്പോൾ ചോദിച്ചൊരു കാര്യം മാത്രമേ ഉള്ളായിരുന്നു, എടേ അപ്സരേശ്വരി ആണെങ്കിൽ നല്ല കാര്യങ്ങൾ എന്തെങ്കിലും ഇതുപോലെ ആൾക്കാർ സ്ക്രീൻഷോട്ട് അയച്ച കാര്യങ്ങളൊക്കെ തരുന്നുണ്ടോ എന്ന് ചോദിച്ചു. അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും പുള്ളിക്ക് എന്താ പറയുക, അതൊന്നും പുള്ളിക്ക് ബാധകമല്ല. ആരെങ്കിലും നെഗറ്റീവ് സാധനം ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര അടിപൊളിയായിട്ട് പുള്ളി എടുക്കും. അതുകൊണ്ട് എന്താ ഇപ്പം ചേച്ചിക്ക് ഇപ്പം നല്ല രീതിയിൽ നെഗറ്റീവ് അടിച്ച് ഇപ്പോൾ വീട്ടിൽ വന്ന് ഇതുപോലെ നിന്നിരുന്ന് ഇപ്പോൾ ഒരു ചാനലിൽ ഇതുപോലെ ഇൻ്റർവ്യൂ കൊടുക്കേണ്ട ഒരു അവസരത്തിലേക്ക് എത്തിച്ചല്ലോ. താങ്ക്സ് ടു യുവർ ഹസ്ബൻഡ്. ആൽബിച്ചേട്ടൻ എൻ്റെ ഭർത്താവെന്ന രീതിയിൽ ഓക്കെ, പക്ഷെ അദ്ദേഹം വേറൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഉറപ്പായിട്ടും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഞാൻ ചിന്തിക്കുന്ന രീതിയിലായിരിക്കും ആൽബി എന്ന് പറയുന്ന വ്യക്തി ചിന്തിക്കുന്നത്. അദ്ദേഹത്തിനെ അഖിൽചേട്ടന്റെ സ്റ്റേറ്റ്മെന്റിന് അദ്ദേഹത്തിനെ ചോദിപ്പിച്ച അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പ്രൊവോക്ക് ചെയ്ത് എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതുണ്ടാവുമായിരിക്കാം. അതുകൊണ്ടായിരിക്കും ആൽബി എന്നൊരു വ്യക്തി അത് റിയാക്ട് ചെയ്തത്. പുറത്തിരിക്കുന്ന പുള്ളിയെ പ്രൊവോക്ക് ചെയ്യാനും മാത്രം എന്ത് സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്? ഇവിടെ ബിഗ് ബോസിനകത്ത് കളിക്കുന്നത് നിങ്ങളെല്ലാവരും അല്ലേ, അപ്സരേജി അവിടെയുള്ള ബാക്കി കണ്ടസ്റ്റൻസും ഒക്കെ അല്ലേ അതിനകത്ത് കളിക്കുന്നത്. നിങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രൊവോക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങളുടെ ഗെയിം കണ്ടിട്ട് പുറത്തിരിക്കുന്ന ആൾ പ്രൊവോക്ഡ് ആവേണ്ട കാര്യം എന്താണ്? അഖിലേട്ടൻ വന്നിരുന്ന് സിബിൻ ചേട്ടൻ്റെ ഇഷ്യൂവിനെ റിലേറ്റ് ചെയ്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കാസ്റ്റിംഗ് ചോദിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അതിന് ഇയാൾ ഇങ്ങനെ പ്രൊവോക്ഡ് ആവാനുള്ള കാര്യം എന്താണ്? ഒരാൾ ചുമ്മാ ഇരിക്കുന്ന ഒരാൾ ആരോ എന്തോ വഴി കൂടെ പോകുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകുമ്പോൾ ചുമ്മാ ഇരിക്കുന്ന ഒരാൾ പ്രൊവോക്ഡ് ആവുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് അയാൾക്ക് ഈ ഒരു കാര്യങ്ങളുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ട്, അതിൽ എന്തെങ്കിലും ഇൻവോൾവ്മെൻറ്റ് അയാൾക്കുണ്ട് എന്നുള്ളതായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇങ്ങനെ വെറുതെ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ആവശ്യമില്ലാത്ത വള്ളി ഇങ്ങനെ ചോദിച്ച് വാങ്ങിച്ച് എൻ്റെ നെഞ്ചത്തോട്ട് വന്ന് കയറുന്നു പറഞ്ഞ പോലെ ഉണ്ട്. ജിൻഡോ ചേട്ടൻ ഏറ്റവും കൂടുതൽ ഞാൻ പുറത്ത് വന്നപ്പോൾ വോട്ടിങ്ങിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരു വ്യക്തി ജിൻഡോ ചേട്ടൻ. ജിൻഡോ ചേട്ടൻ ടാസ്കുകൾ ഓക്കെ ഫൈൻ, എല്ലാത്തിലും സൂപ്പർ ആണെങ്കിലും എന്നാൽ അതിൽ ടാസ്ക് ചെയ്യുന്നുണ്ട്. ഒരു വിഷയത്തെക്കുറിച്ച് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും. ജിൻഡോ ചേട്ടൻ എത്ര കാര്യങ്ങൾ നന്നായിട്ട് സംസാരിക്കുന്നത് നിങ്ങൾ പ്രേക്ഷകരെന്ന രീതിയിൽ ഞാൻ ചോദിക്കാം, നിങ്ങൾ കണ്ടിട്ടുണ്ട്? ഇവിടെ നിന്നാണ് ജിൻഡോ ചേട്ടനോടുള്ള അസൂയയും കുശുമ്പിൻ്റെ ഒക്കെ ഒരു പരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങുന്നത്. കാര്യം ചേച്ചി പുറത്ത് വന്നപ്പോഴത്തേക്കിന് ജിൻഡോ ചേട്ടന് കിട്ടിയിട്ടുള്ള ഒരു വലിയൊരു ഹൈപ്പ്, വലിയൊരു സാധനം പുറത്തുള്ള ഒരു ഫാൻ ബേസ് ഒക്കെ പുള്ളിക്കാർ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി, അമ്പരന്ന് പോയി. അത് സഹിക്കാൻ പറ്റാതെ ഇനി അങ്ങോട്ടുള്ളത് മുഴുവൻ ജിൻഡോ ചേട്ടനെ താഴ്ത്താൻ വേണ്ടിയിട്ട് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തായാലും അത് ബാക്കി കേൾക്കാം. ഞാൻ ക്യാപ്റ്റൻ ആയിരുന്ന സമയത്ത് ഞാൻ കാണുമ്പോൾ ഞാൻ ഏതോ ഒരു ടൈമിൽ ഒരു ടാസ്കിന്റെ ഗബ്രിയും റോക്കിയും തമ്മിൽ ഒരു ഫൈറ്റ് ഉണ്ടായിട്ട് ഇവർ അടി ആവും എന്നൊരു സിറ്റുവേഷൻ നിൽക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ജിൻഡോ ചേട്ടൻ ഏറ്റവും ഫിസിക്കൽ ഫിറ്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്ന വ്യക്തി ജിൻഡോ ചേട്ടനാണ്. ഞാൻ വാഷ്റൂമിലായിരുന്നു. ഞാൻ ഈ വഴക്ക് കേട്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഓടി ഞാൻ വന്നിട്ട് ആ വീഡിയോസ് ഒക്കെ പുറത്ത് വന്നിട്ടുള്ള കാര്യം ഞാൻ വന്ന് കാണുമ്പോൾ ജിൻഡോ ചേട്ടൻ റിയാക്ഷൻ ഈ ഒരു മുഖത്തോടെ നിൽക്കുന്ന ജിൻഡോ ചേട്ടനെ ഞാൻ കാണുന്നത്. ഞാനപ്പോൾ ജിൻഡോ ചേട്ടനോട് പറയുന്നത് അവിടെ വന്ന എപ്പിസോഡ്, ജിൻഡോ ചേട്ടൻ നിങ്ങൾ എന്ത് നോക്കി നിൽക്കുക, ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ പിടിച്ചു മാറ്റുന്നവരുടെ ഞാൻ പോയി ഇവരെ ഇറക്കി നിൽക്കുക. ആ ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിന് ആ പ്രശ്നങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. അതെ അതെ, അതെന്നാ പരിപാടി ജിൻഡോ ചേട്ടൻ കാണിച്ചത്. കാര്യം സിജോ ചേട്ടനും റോക്കി ബായും കൂടെ ഒക്കെ ഇടയ്ക്ക് തല്ലുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിന് ജിൻഡോ ചേട്ടൻ അവിടെ ഇരുന്ന് അപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവരെ മോട്ടിവേറ്റ് ചെയ്യുന്നു. ഇടിയടാ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലേ. എൻ്റെ പൊന്നി ചേച്ചി ഇതിൻ്റെ എല്ലാവരും ഞങ്ങൾ ഈ എപ്പിസോഡൊക്കെ കണ്ടുകൊണ്ടിരുന്നതാണ്. നിങ്ങളിപ്പോൾ അവിടെ വന്നിട്ട് ഏതൊരാളും വിചാരിക്കുന്നത് എന്താണ്, ഇപ്പം അടി ഫിസിക്കൽ അസോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ പുറത്തേക്ക് പോകും എന്നുള്ളത് തന്നെയായിരിക്കും വിചാരിക്കുക. അപ്പോൾ ജിൻഡോ ചേട്ടൻ ഇപ്പോൾ വിചാരിക്കുകയാണ് ഇവർ തമ്മിൽ അടിയാവട്ടെ എന്ന് വിചാരിച്ചാൽ ഇങ്ങനെ നമുക്ക് തെറ്റ് പറയാൻ പറ്റും. കാരണം നിങ്ങളുടെ ഒരു റൂൾ ബുക്കിലുണ്ട്, ഫിസിക്കൽ അസോൾട്ട് ആയി കഴിഞ്ഞാൽ ഒരാൾ പുറത്താവും, പിന്നെ നിങ്ങൾക്ക് ഒരാൾക്ക് മാത്രമേ വിന്നർ ആകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ള കണ്ടസ്റ്റൻസിനെയൊക്കെ ഔട്ടാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരാൾ ചിന്തിച്ചെങ്കിൽ തെറ്റ് പറയാൻ പറ്റില്ല, അത് അയാളുടെ ഗെയിം എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ജിൻഡോ ചേട്ടൻ അവിടെ നിന്ന് പറഞ്ഞിട്ടില്ലല്ലോ അടിയടാന്നൊന്നും ജിൻഡോ ചേട്ടൻ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ പിടിച്ചു മാറ്റിയില്ല എന്നുള്ളത്. ചേച്ചി ഇപ്പോൾ പുറത്ത് വന്നിരുന്നിട്ട് ഇതുപോലെ ഇരുന്ന് ഉച്ചത്തിൽ ഇതുപോലെ കരഞ്ഞ് മെഴുകാൻ മാത്രമേ ചേച്ചിയെ കൊണ്ട് പറ്റുള്ളൂ. കാര്യം ജിൻഡോ ചേട്ടന് പുറത്ത് ഇട്ടേക്കുന്ന സപ്പോർട്ട് അതേ രീതിയിലാണ്. സോ ചേച്ചി അത് അക്സെപ്റ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ പിന്നെ എന്താ പറയുക, ആൾക്കാരെ എടുത്തിട്ട് കൊടുക്കും ഇങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ. ജിൻഡോ ചേട്ടൻ അവിടെ ചെയ്ത ഞാൻ ഇവിടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ടേഴ്സ് ഇപ്പം എനിക്ക് ഇപ്പോൾ പോലും എൻ്റെ വീട്ടുകാർ ഞാൻ ഇന്റർവ്യൂവിന് പങ്കെടുക്കുമ്പോൾ ഇപ്പം പുറത്ത് ഇപ്പോൾ റസ്മിനാണെങ്കിലും അല്ലെങ്കിൽ എനിക്ക് ഞങ്ങളെ പുറത്തിറങ്ങിയ പല കണ്ടസ്റ്റൻസും പറഞ്ഞാൽ ജിൻഡോക്കെതിരെ പറയുമ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര അറ്റാക്ക് വരികയാണ്, നമുക്കെതിരെ ഭയങ്കര മോശം രീതിയിൽ കമന്റ്സ് വരികയാണ്, മോശം രീതിയിൽ നമുക്കെതിരെ പ്രതികരിക്കുന്നു എന്ന് പറയുന്നത്
പറയുന്നുണ്ട്. ചേച്ചിക്ക് ഈ ലോകത്തൊന്നല്ല ജീവിക്കുന്നത്. ഇതാ ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞത്. ചേച്ചിക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ അവരും പറഞ്ഞുള്ള അറിവ് മാത്രമേ ഉള്ളെങ്കിൽ വെറുതെ സംസാരിക്കാൻ നിൽക്കില്ലെന്നുള്ള കാര്യം. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ജാസ്മിനെ ഈ ഹൗസിനകത്തിരുന്നുകൊണ്ട് കറുത്ത മത്സ്യകന്യകനെന്ന് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബോഡി ഷേമിങ്ങും ഇതുപോലെ നിറത്തിൻ്റെ വിവേചനവും കാര്യങ്ങളൊക്കെ ഈ സംസാരിക്കുന്നത് ഇത് അത്ര സിമ്പിളായിട്ടുള്ള കാര്യമാണോ? അത് ജിൻഡോ ചേട്ടനല്ല. ജിൻഡോ ചേട്ടൻ്റെ സ്ഥാനത്ത് വേറെ ഏതൊരു വ്യക്തിയാണെങ്കിലും ഈ നിറത്തെ ബോഡി ഷേമിങ് ഇങ്ങനത്തുള്ള സാധനങ്ങളൊക്കെ അത് ആരാണെങ്കിലും ഈ ഒരു സാധനത്തെ ആരെ പറ്റിയാണ് പറയുന്നത് അയാൾക്ക് സപ്പോർട്ട് ചെയ്തും ഈ പറയുന്ന ആൾക്ക് എതിരായിട്ടും തന്നെ ആയിരിക്കും എല്ലാവരും നിൽക്കുക. അല്ലാതെ ജിൻഡോ ചേട്ടൻ ആയതുകൊണ്ട് എന്നുള്ളതല്ല. ആ ഒരു സാധനം കോമൺ ആയിട്ട് എല്ലാവരും മനസ്സിലാക്കുന്ന ഒരു സാധനം ആയതുകൊണ്ടാണ്. ഓക്കെ, വ്യക്തിപരമായി നല്ല വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം അവിടെ കാണിക്കുന്ന പ്രവൃത്തികൾ അത് മാത്രമല്ലല്ലോ. അദ്ദേഹത്തിന്റെ പ്രവൃത്തികൾ, അയാൾ സംസാരിക്കുന്ന രീതി, ഇപ്പം ടാസ്കിനെ അദ്ദേഹം ഇടപെടുന്ന രീതി, അതൊന്നും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇത് നമ്മൾ പുറത്ത് പറയുമ്പോൾ എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഈ പുറത്ത് പറയുന്ന ആൾക്കാർക്കെതിരെ ഇത്രയധികം അറ്റാക്ക് ചെയ്യുന്നത്? അതെ, കുറച്ചുകൂടെ ഒച്ചത്തിൽ ചേച്ചി കരയാണെങ്കിൽ ഇങ്ങനെ ഒരു കണ്ടസ്റ്റന്റ് ബിഗ് ബോസ് സീസൺ 6 ഉണ്ടായിരുന്നു എന്നുള്ളത് കുറച്ച് ആളുകളിലൂടെ അറിയും. അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം യു ഷുഡ് അക്സെപ്റ്റ്. കാര്യം ജിൻഡോ ചേട്ടൻ്റെ പുറത്ത് അത്ര ആളുകൾ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയടേ. ജാസ്മിൻ കുളിക്കാൻ വേണ്ടി പോകുമ്പോൾ ഡ്രസ്സ് എല്ലാം പാക്ക് ചെയ്തിട്ട് ടവലിൽ പൊതിഞ്ഞിട്ട് അവള് സെറ്റിൽ പുറത്ത് കൊണ്ട് വെച്ചു. അപ്പോൾ നമ്മളപ്പോൾ കൺഫ്യൂഷൻ റൂം അല്ല, നമ്മളവിടെ ബിഗ് ബോസ് എന്തോ ഒരു കാര്യത്തിന് അവിടെ ഹാളിൽ വന്ന് ഇരിക്കാൻ പറഞ്ഞിട്ട് ജിൻഡോ ചേട്ടൻ ഭയങ്കര ഇഷ്യൂ ആക്കി. നമ്മുടെ വസ്ത്രങ്ങൾ നമ്മളിങ്ങനെ പബ്ലിക്കായിട്ട് കൊണ്ടുവയ്ക്കാമോ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഇഷ്യൂ ആക്കി. ഇതേ ജിൻഡോ ചേട്ടൻ ഉപയോഗിച്ച അണ്ടർവെയർ കൊണ്ടുവന്നിട്ട്, വാഷ് ചെയ്യാത്ത അണ്ടർവെയർ കൊണ്ടുവന്നിട്ട് ഞങ്ങളുടെ ഭക്ഷണം ഉണ്ടാക്കുന്ന കിച്ചൺ വയ്ക്കുവാണ്. അങ്ങനെ ഒരു വ്യക്തിയെ ഞങ്ങൾ എന്താ വിളിക്കേണ്ടത്? ഞാൻ വിളിച്ചിട്ടില്ല മണ്ടർന്ന്. ഞാൻ മണ്ടർന്നും കാര്യം ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോഴും എപ്പിസോഡ് കണ്ട ആൾക്കാരെ ഞാൻ ജിൻഡോ ചേട്ടൻ മണ്ടർന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അന്നും പറയില്ല, ഇപ്പോഴും പറയില്ല. ആ വീട്ടിലെ ഏറ്റവും ബുദ്ധിമാനായ വ്യക്തി ജിൻഡോ ചേട്ടനായിരുന്നു. കാരണം അദ്ദേഹത്തിന് ഇവിടെ നിന്ന് കയറുന്നതിന് മുമ്പ് ബുദ്ധിപരമായി അദ്ദേഹം കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ട് പോകാൻ അദ്ദേഹം നന്നായി എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റി. കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ പോയി. അതേ കാര്യങ്ങൾ അദ്ദേഹത്തിന് അവിടെ വന്നിട്ടും അത് ആൾക്കാരിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റി. അത് ചെയ്യാതെ പോയ ആൾക്കാരുടെ മണ്ടന്മാർ ഇവ ഞാനടക്കം. ഇപ്പോഴെങ്കിലും ആ ഒരു തിരിച്ചറിവ് ഉണ്ടായല്ലോ, ഭാഗ്യം. എനിക്ക് എന്നെ പോലെ പറ്റുന്ന മാക്സിമം നന്നായിട്ട് നിൽക്കാൻ നോക്കിയൊരു വ്യക്തിയാണ് ഞാൻ. എന്നിട്ടും ഞാൻ പുറത്തായത് എന്ത് കാരണമാണെന്ന് എനിക്ക് അറിയില്ല. പറഞ്ഞു അപ്പം എല്ലാവരും പറഞ്ഞു ജനങ്ങൾ വോട്ട് കുറവാണ്. അപ്പോൾ ജനങ്ങൾ നമ്മൾ നേരിട്ട് കാണുമ്പോഴും നേരിട്ട് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തില്ല അഫ്സര പുറത്തു പോകും. പിന്നെ ആരാണ് എന്നെ തോപ്പിച്ചത് എനിക്കറിയില്ല, എനിക്കതിൽ വ്യക്തതയില്ല. അപ്പം അതിനെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചേച്ചി പുറത്തോട്ടിറങ്ങുമ്പോൾ 5, 10, 100 ആൾക്കാരെ കാണുകയാണെങ്കിൽ ഇങ്ങനെ ആൾക്കാരെ പറയുന്നുണ്ടെങ്കിൽ നല്ലത് തന്നെ. പക്ഷേ ഈ ആൾക്കാരോടൊക്കെ വോട്ട് ചെയ്യണമെന്നും കൂടി, അല്ലെങ്കിൽ ഇവരെല്ലാം വോട്ട് ചെയ്തായിരുന്നു എന്നുകൂടി ചേച്ചി ചോദിച്ചായിരുന്നെങ്കിൽ മനസ്സിലാവുമായിരുന്നു എന്തുകൊണ്ടാണ് ചേച്ചി പുറത്തായിട്ടുള്ളത് എന്നുള്ളത്. എനിക്ക് അങ്ങനെ അവിടെ ഒരു എതിരാളിയായിട്ട് എനിക്ക് ആരും തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഹൗസിന് വെളി വന്നിട്ട് ഇതുപോലെ ഒരു ഇന്റർവ്യൂ ഒക്കെ കൊടുത്ത് ഇതുപോലെ അതിനകത്തുള്ള ആളുകളുടെയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരുന്നത്. ജിൻഡോ ചേട്ടന്റെ മറുപടി കൊടുക്കുന്ന പോലെ എനിക്ക് മറുപടി കൊടുക്കാൻ പറ്റില്ല. ഞാൻ മറുപടി കൊടുക്കുന്ന പോലെ ജിൻഡോ ചേട്ടന് പറ്റില്ല. ആക്ച്വലി ഞാൻ ഒരിക്കലും അവിടെ ഒരാൾ എൻ്റെ അടുത്ത് ചോദിച്ച ചോദ്യം ജിൻഡോ ചേട്ടൻ കൊടുത്ത രീതിയിൽ ഞാൻ അവിടെ മറുപടി ഇതുവരെ കൊടുത്തിട്ടില്ല. എൻ്റെ അടുത്ത് ചോദിക്കുന്ന രീതിയിൽ ഞാൻ സംസാരിക്കുന്ന പോലെയാണ് ഞാൻ പറയുന്ന പോലെ ജിൻഡോ ചേട്ടനോട് പറഞ്ഞ് ഞാനും കേട്ടിട്ടില്ല. ടാസ്കിലാണെങ്കിൽ പോലും ജിൻഡോ ചേട്ടൻ ഒരു പോയിന്റ് പോലും നേടാത്ത എത്രയോ ടാസ്കുകൾ ഞാൻ വന്നിട്ടുണ്ട്. ജിൻഡോ ചേട്ടനും അത്യാവശ്യം നന്നായി ടാസ്ക് ചെയ്യുന്നുണ്ട്. പണി ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഞാനാണ് അത്യാവശ്യം പണികൾ ചെയ്യുന്ന ഒരാളായിരുന്നു, ഡ്യൂട്ടീസും കാര്യങ്ങളൊക്കെ. ജിൻഡോ ചേട്ടൻ ജിൻഡോ ചേട്ടൻ എപ്പോഴാണോ ഏറ്റവും കൂടുതൽ അറ്റൻഷൻ കിട്ടുന്നത് അത് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജിൻഡോ ചേട്ടൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ എനിക്ക് ഏത് രീതിയിലാണ് ജിൻഡോ ചേട്ടൻ എതിരാളിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ എതിരാളി ആയിരുന്നു. എവിടെയാന്ന് വെച്ചാൽ പുറത്ത് വോട്ടിങ്ങിന്റെ കാര്യത്തിൽ ശക്തമായ എതിരാളിയായിരുന്നു. ചേച്ചിക്ക് പിന്നെ അസൂയ കുശുമ്പും ഇല്ലാത്തതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നിങ്ങൾ ആ കമന്റ് ബോക്സ് തന്നെ ഇതിന്റെ ഒരു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും ഇത് തന്നെയാണ് പറയുന്നത്. എൻ്റെ പൊന്നു ചേച്ചി, ഓൾറെഡി നിങ്ങളെ കുറച്ച് ഏതൊക്കെയോ ആളുകൾ ഇഷ്ടപ്പെട്ടിരുന്നു ചേച്ചിയെ ആ ഹൗസിനകത്ത് നിൽക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ചേച്ചി ഇതിനകത്ത് വേറൊരു സാധനം പറയുന്നുണ്ട്. ജിൻഡോ ചേട്ടൻ ഇങ്ങനെ വോട്ട് കിട്ടുന്നത് പുള്ളിക്കാരനെ നേരത്തെ അറിയാം എന്നുള്ള രീതിയിലൊക്കെ പുള്ളി പറയുന്നുണ്ട്. പുറത്ത് നല്ല പോസിറ്റീവ് ആണെന്നുള്ള അറിയാമെന്ന് പറയുന്നുണ്ട്. അതെങ്ങനെയെന്നൊക്കെ ചേച്ചി ചോദിക്കുന്നുണ്ട്. ചേച്ചി സ്ഥിരമായിട്ട് കണ്ടിന്യൂസ്ലി എവിക്ഷനിൽ വരികയും നോമിനേറ്റ് ചെയ്ത് എവിക്ഷനിൽ വരികയും ആ എവിക്ഷനിൽ നിന്ന് സേവ് ആവുകയും ചെയ്യുമ്പോൾ സാമാന്യം കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതേ ഉള്ളൂ പുറത്ത് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വരുന്നു എന്നുള്ളത്. പിന്നെ ചേച്ചിക്ക് ഉണ്ടായിരുന്ന ഒരു സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഒന്നാമത്തെ കാര്യം ആളുകൾക്ക് ഒരു ഹേറ്റായിട്ട് തോന്നുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് വെച്ചാൽ ആൽബി ചേട്ടൻ വന്ന് ഒരാവശ്യമില്ലാത്ത കാര്യങ്ങളാണ് പുറത്ത് വന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ എന്നിട്ടും ചേച്ചിയുടെ കുറേ ആളുകൾക്ക് ഇഷ്ടമുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ഇൻ്റർവ്യൂവിൽ വന്നിരുന്നിട്ട് ഇതുപോലത്തെ കുശുമ്പും മുന്നായ്മയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ ആൽബി ചേട്ടൻ പറഞ്ഞ കാര്യത്തെയൊക്കെ വെളുപ്പിക്കാനൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ ഉള്ള ഇഷ്ടം കൂടെ പോകും. അത്രയേ ഉള്ളൂ പറയാൻ.